ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോ ആണ്. മൂൺ ഗോഡസ് കോച്ചറിൽ നിന്ന് എനിക്കൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണിത്. ഞാനപ്പോൾ ഓർത്തു ഞാൻ മൂൺ ഗോഡസിന് ഇതുവരെ ഒരു പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് കഴിഞ്ഞ ദിവസം അവരവരുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ സാമ്പിൾ പീസസ് അവർ സെല്ല് ചെയ്യുന്നുണ്ട് 50 റുപ്പീസ് എന്ന് പറഞ്ഞിട്ട്. ഞാനപ്പോൾ ഓർത്ത് അവരുടെ സാമ്പിൾ പീസസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. പക്ഷേ അവരുടെ വെബ്സൈറ്റ് ഭയങ്കര റഷായിരുന്നു. എന്നാലും ഞാൻ നൈറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് 3 ഡ്രസ്സസ് ആയിരുന്നു കേട്ടോ. 3 ഡ്രസ്സും പിന്നെ GST അതുപോലെ ഡെലിവറി ചാർജ് എല്ലാം കൂടിയായിട്ട് എനിക്ക് 378 രൂപയാണ് കേട്ടോ ടോട്ടൽ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഓപ്പൺ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. ഇതിൽ എനിക്ക് തോന്നുന്നു 2 എണ്ണമാണ് ഇതിൽ അയച്ചിട്ടുള്ളത്. മൊത്തം 3 എണ്ണമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാക്കേജിൻ്റെ ഉള്ളിൽ 2 എണ്ണമുണ്ട്. അവരുടെ ഒരു കാർഡൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ അകത്ത് നമ്മളുടെ മൂന്നാമത്തെ ആ ഒരു ഐറ്റം ഉണ്ട്. ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ്. അങ്ങനെ 3 എണ്ണമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യം ഹാൻഡ് വർക്ക് വരുന്നൊരു ഐറ്റമാണ്. ഞാൻ ഇതുവരെ ഇവരുടെ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഒത്തിരി അധികം റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ സാമ്പിൾ പീസ് ആയതുകൊണ്ട് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചൊന്ന് വാങ്ങി നോക്കിയെന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ടും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് പോർഷനിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് വരുന്നത്. മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ് കേട്ടോ. ജോർജറ്റ് മെറ്റീരിയൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് വരുന്നതാണ്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ്. സ്ലീവ്സിൽ വേറെ ഹാൻഡ് വർക്കൊന്നുമില്ല, സ്ലീവ്സ് പ്ലെയിൻ ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതാണ്. എ ലൈൻ ടോപ്പാണ് ജോർജറ്റ് ഫാബ്രിക്കിൽ. ഇതിൽ ചെറിയൊരു സ്റ്റെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് കണ്ടായിരുന്നു സൈഡ് പോർഷനിൽ. അതെനിക്ക് എന്തായാലും നമ്മൾ വാഷ് ചെയ്തിട്ടല്ലേ എടുത്തുള്ളൂ. അപ്പോൾ അത് വാഷ് ചെയ്യുമ്പോൾ പോകുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ മടക്കി വെച്ചതിൻ്റെ ആ ഒരു പാടും കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മളെന്തായാലും വാഷ് ചെയ്തിട്ടേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്. ഇതിൻ്റെ വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും, കാരണം ഇത് ഓപ്പണിംഗ് വീഡിയോ ആണ്. ഞാൻ ഓപ്പണിംഗ് വീഡിയോ ആയിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെയും ഇത് പോസ് ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല, കട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത്. ആൻഡ് അടുത്തത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പാക്കേജ്. ഇതിൽ 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തം 3 എണ്ണം ആയിരുന്നു. അപ്പോൾ അതിൽ 2 എണ്ണം ഒരുമിച്ചാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ ഒരു ബ്ലൂവും പിന്നെ വേറൊരു കളറ് ടോപ്പുമാണിത്. നമുക്കിത് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഇതും ഇതുപോലെ തന്നെ വർക്ക് വരുന്ന ഒരു ടോപ്പാണ്. ഇതിൻ്റെ വർക്ക് വരുന്നത് താഴത്താണ് കേട്ടോ. നെക്ക് പോർഷനിൽ നമുക്ക് വർക്ക് വരുന്നില്ലെന്ന് തോന്നുന്നു. ഇതാണ് നമുക്ക് നെക്ക് പോർഷൻ വരുന്നത്. നെക്കിൻ്റെ അവിടെ ഇതുപോലെ ചെറിയ സ്മോൾ ബോൾസായിട്ട് യെല്ലോ കളർ ബോൾസായിട്ടുള്ള ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ്സിൽ നമുക്ക് വേറൊരു പ്രിൻ്റുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഫാബ്രിക്കിൻ്റെ താഴത്തെ പോർഷനിലാണ് ഈ വർക്ക് വരുന്നത്. ഇതുപോലെ അത്യാവശ്യം നല്ല വർക്ക് വരുന്നൊരു പോർഷനാണിത്. സ്ലിറ്റഡ് ടോപ്പാണ്, വിത്ത് ലൈനിങ് ആണ്. ഇത് കൊള്ളാം, എനിക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിതൊരു യെല്ലോ ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് കേട്ടോ. കൊള്ളാം, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിനും സിബാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇത് അവരുടെ ഒരു കാർഡാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ടോപ്പ്. ഇതൊരു ടീൽ ബ്ലൂ ആണ് കേട്ടോ. ടീൽ ബ്ലൂ കളർ ജോർജറ്റ് ഫാബ്രിക്കാണ്. ഇതിൽ റെഡ് കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് വരുന്നത്. ഇതിൻ്റെ ഇന്നർ ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് അല്ല. ഈ ഒരു പീസായിട്ടാണ് കേട്ടോ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു റെഡ് ഇന്നർ ശരിക്കും ഉള്ളിൽ പെയർ ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഇവരുടെ. ഇതിൻ്റെ അകത്ത് ഒരു റെഡ് കളേർഡ് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇന്നർ പെയർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ഒരു കോട്ടാണിത്. സ്ലീവ്സിൽ നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടിൻ്റെ ആ ഒരു ഓപ്പണിംഗ് പോർഷനിലും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ അതൊന്ന് അഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചാണ് കേട്ടോ അഴിക്കുന്നത്. ഈ ഒരു അവിടെ ഒരു കൊളുത്തുണ്ട്. ആ ഒരു കൊളുത്ത് അഴിച്ചിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് കാണിച്ചു തരാം. ഇതുപോലെയാണ് വരുന്നത്. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ജാക്കറ്റായിട്ട് വരുന്നതാണ്.
ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ്. മേളിൽ തുടങ്ങി താഴെ വരെ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ്. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു ഇതായിരിക്കും. ആൻഡ് താഴെ ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് റെഡ് കളർ. അപ്പം നമ്മളിതുപോലെ റെഡ് കളേർഡ് ആയിട്ടുള്ളൊരു ഇന്നർ അകത്ത് പെയർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് ഈ ജാക്കറ്റ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 3 എണ്ണത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല പ്രൊഡക്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു.